കൊല്ലം നഗരഹൃദയത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള തങ്കശ്ശേരി വിളക്കുമാടമാണിത്. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് 135 അടി ഉയരത്തിൽ ചുവപ്പും വെള്ളയും നിറം ഇടകലർത്തി നിൽക്കുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണിത്. ഇപ്പോൾ മുകൾ നിലയിലെത്താൻ ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെയുണ്ട്. 2016 ഇവിടെ ലിഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. സമാന്തരമായി മുകൾ നിലയിലേക്ക് എത്താനുള്ള ഏണിപ്പടികളുമുണ്ട്. ഓരോ നിലയിൽ നിന്നും കാഴ്ചകൾ നല്ല ഭംഗിയുള്ളതാണ്. കുട്ടികൾക്കും ചെറുപ്പക്കാർക്കുമൊക്കെ ഈ പടികൾ കയറുന്നത് ഒരു നല്ല വിനോദമാണ്. മുകൾ നിലയിലെത്തിയാൽ കാണുന്ന കാഴ്ചകൾ അതിമനോഹരം. ശാന്തമായ അറബിക്കടൽ, വശ്യതയാർന്ന കടൽ തീരവും. 1902 ബ്രിട്ടീഷുകാർ ഈ ലൈറ്റ് ഹൗസ് പണിതത്. അന്ന് എണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്ന വിളക്കുകളായിരുന്നു നാവികർക്ക് മാർഗനിർദ്ദേശം നൽകാൻ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ലൈറ്റുകൾ 26 നോട്ടിക്കൽ മൈൽ അഥവാ ഏകദേശം 48 കിലോമീറ്ററോളം അകലെ കടലിലേക്ക് വെളിച്ചം വീശുന്നു. ഇതാണ് ലൈറ്റ് പ്രവർത്തിക്കുന്ന മുറി, ഏറ്റവും മുകൾ നിലയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് വൈപ്പിനിലുള്ളതാണ്. അതിന് 151 അടി ഉയരമുണ്ട്. കൊല്ലം പട്ടണത്തിന് ചരിത്രാതീത കാലം മുതലുള്ള പൗരാണിക വ്യാപാര ബന്ധങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ ലൈറ്റ് ഹൗസ്. അന്ന് കൊല്ലം പട്ടണത്തിലേക്ക് വന്നിരുന്ന കപ്പലുകൾക്ക് മാർഗനിർദ്ദേശം നൽകിയിരുന്നത് ഈ ലൈറ്റ് ഹൗസാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനത്തിന് അനുമതിയുള്ളത്. എല്ലായ്പ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലാഷ് ലൈറ്റാണ് ഈ ലൈറ്റ് ഹൗസിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ ലൈറ്റ് ഹൗസിൻ്റെയും ഫ്ലാഷ് ലൈറ്റുകളുടെ റിതം അഥവാ അവയുടെ സ്റ്റൈൽ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് നാവികർക്ക് തങ്ങൾ ഇപ്പോൾ ഏത് ലൈറ്റ് ഹൗസിന് പരിസരത്താണ് എത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുമത്രേ. ആധുനിക കാലഘട്ടത്തിൽ വലിയ കപ്പലുകളൊക്കെ GPS സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇന്ന് മത്സ്യബന്ധന ബോട്ടുകളിൽ GPS സൗകര്യമില്ലാത്തവ ഈ ലൈറ്റ് ഹൗസിനെ ആശ്രയിക്കുന്നുണ്ട്. ഇന്നും പണ്ട് നാവിക രംഗത്ത് ഒരു മർമ്മപ്രധാനമായിരുന്ന കേന്ദ്രമായിരുന്നു ഇത് എങ്കിൽ ഇന്ന് ഇത് കൂടുതലും ആളുകൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായാണ് ഉപയോഗിക്കുന്നത്. അക്കാണുന്നത് ഒരു റഡാർ സംവിധാനമാണ്. ഇതിൻ്റെ പകുതിയെ ഉയരമുള്ളുവെങ്കിലും ഈ റഡാർ സംവിധാനമാണ് ഇന്ന് കപ്പലുകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്. പണ്ട് മനുഷ്യനിർമ്മിത വെളിച്ചത്തെ ആശ്രയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് തരംഗങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഭൂതകാലവും വർത്തമാനകാലവും അയൽപ്പക്കക്കാരായി നിൽക്കുന്ന ഒരു രസകരമായ കാഴ്ച. മത്സ്യബന്ധന ബോട്ടുകൾക്ക് കരയിലെടുക്കാനുള്ള പുലിമുട്ടാണ് ആ ദൂരെ കാണുന്നത്. ശക്തിയേറിയ തിരമാലകളെ ഇവൻ തടഞ്ഞു നിർത്തുന്നു. 195 പടവുകൾ കയറണം മുകൾ നിലയിലെത്താൻ. പക്ഷേ അവിടെ എത്തിയാലോ നമ്മെ കാത്തിരിക്കുന്നത് വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ്. മത്സ്യങ്ങളുമായി തിരികെ എത്തുന്ന ചെറിയ ബോട്ടുകളാണ് കാണുന്നത്. കടൽ എന്നുള്ളത് കേരളീയന് വലിയ അത്ഭുതമല്ലെങ്കിലും ചില മറുനാടൻ ടൂറിസ്റ്റുകൾ ഇവിടെ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. അവരൊരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിരിക്കാം ഇത്തരം കാഴ്ചകൾ കാണുന്നത്. കടലാക്രമണം തടയാൻ നിർമ്മിച്ചിട്ടുള്ള ടെട്രാപോഡുകളാണവ. ഇവ ശക്തിയേറിയ തിരമാലകളെ തടഞ്ഞു നിർത്തുന്നു. ചൂടുകാലമാണെങ്കിലും കടലിൽ നിന്നുള്ള തണുത്ത കാറ്റ് മുകൾ നിലയിൽ നിന്ന് ശരിക്കും ആസ്വദിക്കാവുന്നതാണ്. ലൈറ്റ് ഹൗസിന് ചുറ്റും ഒരു ചെറിയ പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിൽ ചെറുതാണെങ്കിലും വളരെ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചില സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തു തന്നെയായാലും തീരത്തോട് ചേർന്ന ശാന്തമായ ഈ അന്തരീക്ഷത്തിലേക്കുള്ള ഒരു വരവ് വെറുതെയാവില്ല. കരയിലുള്ളവരെയും ആടി വിളിച്ചുകൊണ്ട് ആ ലൈറ്റ് ഹൗസ് അങ്ങനെ നിൽക്കുന്നു.